മോനെ, വേറെ ആരും നിനക്ക് കമ്പനിക്ക് കിട്ടിയില്ലേ? ഇനി അവൻ്റെ കൂടെ നടന്നിട്ട് നീ കൂടി കേടാവണം. എന്താ ഉമ്മ, അവൻ്റെ കൂടെ നടന്ന് നിർത്തിയിട്ട് ഞാൻ കേടുവരുമോ? ഇനി കേടാവാനാണെങ്കിൽ എവിടെ ചെന്നാലും കേടാവൂലേ? അത് ശരിയാണ്. സാഹചര്യം മനുഷ്യനെ നന്നാക്കും, മോശമാക്കും. കേടുവന്ന ഫ്രിഡ്ജിലാണ് പാല് വെക്കുന്നത് എങ്കിൽ ആ പാലും അതിനകത്തുള്ള ഫുഡ് മൊത്തം കേടാവാൻ സാധ്യതയുണ്ട്. സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. ആധുനിക മനഃശാസ്ത്രം പറയുന്നതും ഇത് തന്നെയാണ്. സാഹചര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 14 നൂറ്റാണ്ട് മുൻപ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമ മസലുൽ ജലീസി സ്വാലിഹി വ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വ നാഫിഖിൽ കീർ. അതെ, നല്ല സൗഹൃദം അത്തർ വിൽപ്പനക്കാരൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെയാണ്. അവിടെ എപ്പോഴും പരിമളമായിരിക്കും. എന്നാൽ ചീത്ത സൗഹൃദം ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരു കൊല്ലപ്പണിക്കാരൻ്റെ കൂടെ ഇരിക്കുന്നതിന് സമാനമായിരിക്കും. അവിടെ എപ്പോഴും ദുർഗന്ധവും അതേപോലെ തന്നെ തീപ്പൊരിയും മാത്രമായിരിക്കും. അതെ, തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കുക സൗഹൃദത്തെ, നമ്മുടേതും നമ്മുടെ മക്കളുടേതും.